ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ഈ ശരണം വിളിയുടെ കോൺട്രവേഴ്സി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, സബ്ജക്റ്റിലേക്ക് കിടക്കാം. UK ആദ്യത്തെ തായ് ബുദ്ധ ടെമ്പിൾ എന്ന ഒരു പീസ് ഓഫ് പീസ് എന്ന ചെറിയ സ്ഥലം ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, I have to mention that this temple is open to all people regardless of race, creed, religion, nationality, age and sex. വിംബിൾഡണിലേക്ക് ട്രാമിൽ യാത്ര ചെയ്ത് അവിടെ നിന്നും ബസ് കയറി ഇറങ്ങി അല്പം നടന്നാൽ ഈ സ്ഥലത്തെത്താൻ കഴിയും. ആയിരത്തി 1965 തായ് ഗവൺമെൻറ് ഈ പ്രോപ്പർട്ടി വാങ്ങി 1966 ആദ്യ സന്യാസി ഇവിടെ പാർപ്പിടമാക്കി. എന്നിട്ട് ലൈറ്റ് ഓഫ് ദ ബുദ്ധ എന്ന അർത്ഥത്തിൽ പേര് നൽകി. 4 ഏക്കറിൻ്റെ മധ്യഭാഗത്ത് ഒരു ഹാൾ നിർമ്മിച്ച് അതിനകത്ത് 3 ബുദ്ധ പ്രതിമകൾ ഉൾപ്പെടുത്തുന്നു. ദ ബ്ലാക്ക് ബുദ്ധ, ഗോൾഡൻ ബുദ്ധ, എമറാൾഡ് ബുദ്ധ. ബുദ്ധിസ്റ്റ് ഫിലോസഫിയും മെഡിറ്റേഷനും എന്നിവയ്ക്ക് പുറമെ സ്കൂൾ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷണൽ വിസിറ്റും ഇവിടെ സാധ്യമാണ്. Gautama, he was attempting to cross a small river which was known as Niranjana. Suddenly he realized the pointlessness of everything that he's been doing. All this physical torture that he's been doing with himself. Suddenly he realized everything that he's looking for is right here. He's been desperately trying to go towards truth. Suddenly he realized there is no going towards truth. If you just open up, it's right here. സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിൻ്റർ ആൻഡ് സ്പ്രിംഗ് എന്ന സിനിമയിലെ പോലെ ഓരോ ഋതുക്കളിലും ഓരോ രൂപഭാവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. നടക്കാനും ഇരിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും സമാധാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സ്ഥലം തികച്ചും ഫ്രീ എൻട്രിയും നമുക്ക് ആവശ്യമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സെൻസസ് പ്രകാരം 2,48,000 ബുദ്ധമതക്കാരാണ് UK ഉണ്ടായിരുന്നത്. ഹിസ്റ്റോറിക് ഇംഗ്ലണ്ട് 158 ബുദ്ധിസ്റ്റ് ബിൽഡിങ്ങുകൾ UK ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
30ഓളം തായ് ആർട്ടിസ്റ്റുകൾ 8 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത വാൾ പെയിൻറ്റുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. കണ്ടംപററി സ്റ്റൈലിൽ മറ്റുള്ള ആർട്ട് വർക്കുകളിൽ നിന്നും വ്യത്യസ്തമായി നിയോ ട്രഡീഷണൽ സ്റ്റൈൽ തായ് ആർട്ടിലാണ് ഈ ഹാളിനകത്തെ വാൾ പെയിൻറ്റിങ്സ് എല്ലാം. സ്കൂൾ കുട്ടികളിൽ ഡ്രോയിങ് ബുക്കുകൾ നൽകി അവർ ഈ ടെമ്പിളിന് മുന്നിലിരുന്ന് ഓരോരുത്തരും അവരവരുടെ വ്യൂ പോയിന്റിൽ നിന്നും കാണുന്നത് വരയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് നൽകി അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അതെന്നെ അത്ഭുതപ്പെടുത്തി. ശേഷം ടൂട്ടിങ്ങിൽ ചെന്ന് ചൈനീസ് ഫുഡും ശ്രീലങ്കൻ കൊത്തും USA നിന്നുള്ള ഒരു ബീറും കഴിച്ച് ഈ ചെറിയ യാത്ര ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.